ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ച ഒരു വലിയ ചടങ്ങ് നടക്കുന്നുണ്ട്. സൗഖ്യ അഭീഷ്ട സിദ്ധി പൂജ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൗഖ്യവും അഭീഷ്ടസിദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒരു പൂജയാണ്. വളരെ വിശേഷപ്പെട്ട ഒരു പൂജയാണ്. വലിയ ഒരു സങ്കല്പമാണ് ഇതിന് പിന്നിലുള്ളത്. അതായത് നമ്മളൊക്കെ മുജ്ജന്മങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ മുജ്ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മമാണ് സത്കർമ്മത്തെക്കാൾ അധികരിച്ച് നിൽക്കുന്നതെങ്കിൽ അതൊക്കെയും ആദിവ്യാധികൾക്കും രോഗദുരിതങ്ങൾക്കും കാരണമാകും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം, ഹൈന്ദവ വിശ്വാസപ്രകാരം. അപ്പോൾ ആ ഒരു ഇതൊക്കെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമാകുന്നു. അപ്പം നമുക്ക് ഈ ആദിവ്യാധികളെ പടിപടിയായിട്ട് കുറച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ ചൈതന്യം അനുസ്യൂതമായി നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പകർന്നു നൽകുന്ന രീതിയിലാണ് ഈ ഒരു പൂജ ഒരു ക്രമം, അത് അങ്ങനെ ഒരു ക്രമം ചെയ്തു വച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൗഖ്യാഭീഷ്ടസിദ്ധി പൂജയുടെ പങ്കെടുക്കുന്ന ആളുകളുടെ പേരിലും നാളിലും അതിനും ഒരാഴ്ച മുമ്പ് തന്നെ മൊത്തത്തിലൊരു 7 ദിവസം അവരുടെ പേരിൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും ഔഷധസൂക്തവും അർച്ചന നടക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന സൗഖ്യാഭീഷ്ടസിദ്ധി പൂജ വിഷുവിന് തലേ ദിവസമാണ്, ഏപ്രിൽ 13-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് രാമനവമി എന്ന് പറയുന്നത് ഏപ്രിൽ 6-ാം തീയതിയാണ്. അന്ന് വരെ നമുക്ക് ഈ പേരും നാളും ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവരുടെ പേരിലും നാളിലുമാണ് 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ രാവിലെ ക്ഷേത്രത്തിൽ മേൽശാന്തി ഭാഗ്യസൂക്തവും ഔഷധസൂക്തവും, ഇത് രണ്ടും സൂചിപ്പിക്കുന്ന, ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഔഷധസൂക്തവും, അതുപോലെ നമുക്ക് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹ പ്രവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാ ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭാഗ്യസൂക്ത അർച്ചനയും നടക്കും.